എന്താ സംഭവിച്ചത്? വെട്ടിക്കൊല്ലാൻ ആളില്ലാതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താ സാർ ഇത്? ഞാനെന്താ പറഞ്ഞ്? വീരമുത്തുവിന് നീ മാത്രമായിരിക്കും മരുമോനെന്നല്ലേ ഞാൻ പറഞ്ഞത്. നന്നായിട്ട് തന്നെ ഞാൻ ഇത് നടത്തും. ഇത്ര പേരുദോഷം വന്നുകൊണ്ട് ആ പെണ്ണിനെ ആര് കെട്ടാനാ? അവന് വേറെ ഓപ്ഷൻ ഇല്ല. നീ തന്നെ മണവാളൻ. അത് ഫിക്സ് ചെയ്തു. അതല്ല സാർ, ഞാൻ പറയുന്നു. ഇതിങ്ങനെ തന്നെ ചെയ്യണം പോലെ. ഇപ്പൊ അങ്ങോര് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. പെണ്ണിന്റെ മാനം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പെണ്ണിനെ നീ തന്നെ കെട്ടണമെന്ന് പറയും. നോക്കിക്കോ. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു പോയി, പെണ്ണിന്റെ മാനം പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എടാ കേശവ, നീ എന്തായി കാണിച്ചു കൂട്ടിയിരിക്കുന്നേ? ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറയുന്നോ? പെണ്ണെന്ന് പറഞ്ഞ അമ്മയാടാ. ആ അമ്മയൊന്ന് നമ്മളെ ശപിച്ചാ നമ്മൾ ഇല്ലാതായി പോവും. നിനക്ക് എന്ത് ധൈര്യം ഇരുന്നിട്ടാ ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞേ? നീ മുത്തുവിന്റെ അടുത്ത് മാപ്പ് ചോദിക്കടാ. എന്താടാ എനിക്കെതിരെ നീ സംസാരിക്കുന്നോ? നീ എന്ത് കണ്ട് നെകളിക്കുന്നോ? ആ സ്വത്തെല്ലാം വാങ്ങിയിട്ട് നിന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. മാപ്പ് ചോദിക്കുന്നോ അതോ ഈ നാട്ടിൽ നിന്ന് പോണോ? എന്നോട് ക്ഷമിക്കണം മുത്തു. എടാ മോനെ, നാട് വിട്ട് ഇവിടെ വന്നിരിക്കുക. ഇവിടുത്തെ പ്രശ്നങ്ങൾ നിനക്കെന്തിനാ? ഇവിടെ നിന്ന് നീ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ജീവൻ പോകാണ്ട് നീ സൂക്ഷിച്ചോ. ഇനി ഇവിടുത്തെ ആളുകൾ പറഞ്ഞാലും ആ പെണ്ണിന്റെ അടുത്ത് പോയാലും പഞ്ചായത്ത് വെക്കാൻ പോണില്ല. ഡേമുത്ത്, ഈ പ്രാവശ്യത്തേക്ക് വിട്ടേക്ക്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. അപമാനിച്ചിറക്കി വിടുന്ന ഈ മണ്ണിൽ നിന്ന് ഞാൻ പറയുക, ഒരാഴ്ചക്കുള്ളിൽ എന്റെ മകൾക്ക് അനുയോജ്യനായ വരനെ കണ്ടെത്തി കല്യാണം കഴിപ്പിക്കും. ഇനി ആരെങ്കിലും ഈ കല്യാണം മുടക്കാൻ വേണ്ടി വന്നാ അവൻ ഈ ഭൂമി കാണില്ല, പരലോകത്തായിരിക്കും ഉണ്ടായിരിക്കുക. പോയിട്ട് വരാടി. ടേക്ക് കെയർ. ബൈ ബൈ ബൈ. റീജിയണൽ ഫീലിങ്സ് ഇല്ലാത്ത ഈ കോളേജില് നീ ഇതെല്ലാം ഇല്ലാണ്ടാക്കി. ഈ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ഈ കോളേജിലൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കി. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ കോളേജ് സ്റ്റുഡൻസ് കാരണം ഈ നാട്ടിലെങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി? ഒരിക്കൽ പോലും എന്റെ കോളേജിന്റെ അരികത്ത് പോലും വരാത്തവര് എന്നെ വിരൽ ചൂണ്ടി പേടിപ്പിച്ച് അവളെ കൂട്ടിക്കൊണ്ടുപോയി. നീ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ ഈ കോളേജിൽ നിന്ന് പിരിഞ്ഞു പോവുക. നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സർ. നിങ്ങൾ വിചാരിക്കുന്നില്ല ഇവിടെ നിന്ന് കറക്റ്റായിട്ടല്ല പോകുന്നത്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടായിരിക്കുന്നത്. CC ക്യാമറയുടെ മുമ്പിൽ ഒരഭിനയം, നിങ്ങളുടെ മുമ്പിൽ വേറൊന്ന്. കോളേജിൽ വേലിയില്ലാത്തതുകൊണ്ട് മാത്രമാ അവരൊന്നിച്ചുള്ള അഭിനയിക്കുന്നത്. റീജിയണൽ ഫീലിങ്സ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലാ. അതുകൊണ്ടാ എന്നെ മലയാളികളാന്ന് കരുതിയ തമിഴന്മാരും തമിഴനാന്ന് കരുതിയ മലയാളികളും എല്ലാം ഇനിയാ ഫീൽ ചെയ്യാൻ പോകുന്നത്. നാട്ടിലെ വൈരാഗ്യം ആരും കോളേജിലേക്ക് എടുക്കുന്നില്ല സാർ. പകരം മാസത്തിൽ ഒരു തവണ അടിച്ചു തീർക്കും. മലയാളികളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താടാ? പാവമല്ലോടാ, അവരല്ലേ നല്ല സിനിമകളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണല്ലേ അത് മനസ്സിൽ വെച്ച് ഞങ്ങളുടെ മുതുകിൽ കുത്തുന്നത്. മുതുകിൽ കുത്തുന്നോ? മുതുകിൽ കുത്തുന്നത് നിങ്ങൾ എന്തിനാണ് തമ്മി തല്ലുന്നേ? നിങ്ങളുടെ തല ഞങ്ങളില്ലടാ ഇവിടെ.
എന്തിനാ നിർത്തിയത്? തല്ലി തീർക്ക്. ഇവിടെ ക്യാമറ പോലും ഇല്ലല്ലോ. ഓഹോ, എനിക്കെങ്ങനെ മനസ്സിലായി എന്നാണോ? നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കും, അടിയുണ്ടാക്കും, പിന്നെ കൊല്ലും. അതൊന്നും ഞാൻ അറിയരുതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കോളേജ് ഫീസ് തരാൻ പറ്റില്ലെങ്കിൽ സ്കോളർഷിപ്പ് തരുന്നത് ഞാനാണ്. പരീക്ഷാ ഫീസ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ വെറുതെ വിടുന്നത് ഞാൻ. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ ക്യാൻറ്റീനിലെ പൈസ കൊടുക്കുന്നത് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണിക്കാൻ ഭയങ്കര ഡിസിപ്ലിനായിട്ട് നടന്നു. കള്ളന്മാരാടാ നീയൊക്കെ. ഇങ്ങനെ തമ്മി തല്ലിയിട്ട് നിനക്കൊക്കെ എന്താടാ ലാഭം? നല്ല മാർക്ക് കിട്ടുമോ? നല്ല ജോലി കിട്ടുമോ? നിന്റെ വീടൊക്കെ നന്നായിരിക്കുമോ? എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ഞാനും നിന്റെയൊക്കെ കൂടെ കൂടാം. നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, അധ്യാപകരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മതിയാക്കടാ. മനുഷ്യന്മാർക്ക് മുമ്പിൽ എന്തിനടാ വേർതിരിവുക? ഞാൻ അടുത്ത തലമുറയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുക. ആ തലമുറ ഈ നാട്ടിലെ വേർതിരിവുകൾ ഇല്ലാതാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാ നിങ്ങൾ എന്റെ വിശ്വാസം ഇല്ലാതാക്കി. നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ചെയ്ത ഈ തെറ്റിന് ഞാൻ ഈ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുവാണ്. ഗുഡ് ബൈ. ഗുഡ് ബൈ പറഞ്ഞത് നിങ്ങളല്ല സർ, ഞാനാ. പണത്തോടുള്ള അമിതമായ ആഗ്രഹം കാരണം ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന് ഞാൻ തന്നെ. ഞാൻ ചെയ്ത തെറ്റ് കാരണം സാറ് കോളേജിൽ നിന്ന് പോയാൽ ഈ കോളേജ് തന്നെ പൂട്ടിപ്പോകും സാർ. അങ്ങനെ ഒരു പാപം എനിക്ക് വേണ്ട സാർ. ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് സാർ. പക്ഷെ ഇത്രയ്ക്ക് ഞങ്ങൾ വേദനിച്ചിട്ടില്ല. ഇപ്പൊ ശരിക്കും സങ്കടം വരുന്നുണ്ട് സാർ. സാറ് വിചാരിച്ച പോലുള്ള സ്റ്റുഡൻസ് ആയിട്ട് ഞങ്ങൾ മാറും സാർ. ഈ ഒരു തവണ ഞങ്ങളോട് ക്ഷമിക്കും സാർ. സാറ് വിശ്വസിക്കണം സാറേ. ഞങ്ങൾ മാറിയെന്നുള്ള തെളിവിനായിട്ട് ഞങ്ങൾ മലയാളികളോട് സംസാരിക്കാം സാറേ. ഐ എം സോറിടാ. സോറിടാ. നീ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്തതുകൊണ്ട് ഒരു നല്ല കാര്യം നടന്നിരിക്കുന്നു. അതേ കാര്യം ഈ നാട്ടിലും നടക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കാര്യത്തിൽ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും വരാം. ഓക്കെ? സാറേ, ആ, ഇതാണ് വീരമുത്തുവിന്റെ വീട്. അങ്ങനെയാണ്. മച്ചാ, ആ, അവൻ നമ്മുടെ ഡ്രൈവറാ. നമ്മൾ നിർത്താൻ പറഞ്ഞ സ്ഥലത്ത് അവൻ നിർത്തണം. അവൻ ഇറങ്ങാൻ പറഞ്ഞ സ്ഥലത്തല്ല നമ്മൾ ഇറങ്ങണം. ക്യാച്ച് മൈ ആറ്റിറ്റ്യൂഡ്. അത് വിടണം മോനെ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. മമ്മി, അവനോട് എതിർത്ത് സംസാരിക്കുന്നു. ഇതിന് ഫൈൻ അടിക്കേണ്ടതാ. ഇപ്പൊ വേണ്ട മോനെ. എന്താ സംസാരിക്കുന്ന അച്ഛാ? ഇറങ്ങി വാ. കാർ ഒരു റൗണ്ട് അടി, എന്നിട്ട് മോൻ പറയുന്നിടത്ത് കൊണ്ട് നിർത്ത്. ഐ ലവ് യു ഡാഡി. വണ്ടി നിർത്തറ. അച്ഛാ, ഇതാ വീരമുത്തുവിന്റെ വീട്. ആദ്യമായിട്ട് കാണുന്നെങ്കിലും നീ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചല്ലോ. ആ, ഞാൻ മമ്മിയുടെ മോനല്ലേ. കോഫി സൂപ്പർ ആയിട്ടുണ്ട്. മോന് നൈജീരിയയില് നഴ്സറി ബിസിനസ്സാ. വിദേശത്താ ജോലി അല്ലേ? ഇപ്പൊ അതിനെ പറ്റിയൊക്കെ എന്തിനാ ചോദിക്കുന്നത്? ആദ്യം പെണ്ണിനെ ഒന്ന് വിളിക്ക്. ഇത് കഴിക്കാമേ? പെണ്ണ് വന്നിരിക്കുന്നു, നോക്കടാ. പെണ്ണ് തഞ്ചാവൂർ ബൊമ്മ പോലെ ഇരിക്കുന്നു. എന്താ പറയുന്നെന്ന് വല്ല അറിവുണ്ടോ? നിങ്ങളുടെ ഫീലിങ്സ് അല്ല എന്റെ ഫീലിങ്സ് അവിടെ വേണ്ടത്. എനിക്ക് തഞ്ചാവൂർ ബൊമ്മയോടൊന്ന് തനിയെ സംസാരിക്കണം, വിത്തൗട്ട് യുവർ പെർമിഷൻ. ഇപ്പൊ ഇതെല്ലാം സാധാരണയല്ലേ? അവരെ രണ്ടുപേരെ ഇവിടെ ഇരുത്തി നമുക്ക് പുറത്തു പോകാം.